ന്യൂസ് ക്ലിക്കിനെതിരെ കേസെടുത്തപ്പോൾ ഉറഞ്ഞു തുള്ളി പിണറായി വിജയൻ എന്ന് പറഞ്ഞു. ഈ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ ആദ്യ റൗണ്ട് ചർച്ച അവസാനിപ്പിച്ചോളാം. ഈ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നെ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നോട്ടീസ് കിട്ടിയിട്ടുള്ള ഒരാളുടെ പേരാണ് നെവിൽ റോയ് സിംഗം. അദ്ദേഹം അമേരിക്കയിലുള്ള ഒരു ശതകോടീശ്വരനാണ്, IT മേഖലയിലെ ശതകോടീശ്വരനാണ്. അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുള്ള വാർത്തകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൈനയുടെ പ്രാധാന്യം, ലോകത്തെ ചൈനയുടെ പ്രാധാന്യം ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കാനുള്ള ചുമതല ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് നെവിൽ റോയ് സിംഗം എന്ന ഈ ശതകോടീശ്വരൻ എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. ആ ശതകോടീശ്വരൻ, അതായത് ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ പ്രചരണം നടത്തുന്ന നെവിൽ റോയ് സിംഗം എന്ന് പറയുന്ന ഈ ശതകോടീശ്വരനും CPMൻ്റെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള പ്രകാശ് കാരാട്ടുമായി നടത്തിയിട്ടുള്ള ഇമെയിൽ ഇടപാടുകൾ, അതിൻ്റെ കണ്ടന്റ് ഉൾപ്പെടെ, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ വരെ ചെയ്തിട്ടുള്ളതാണ്, കണ്ടന്റ് ഉൾപ്പെടെ പുറത്ത് വന്നിട്ടുള്ളതാണ്. ആ ഇമെയിലുകളിൽ പിന്നെ 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 പ്രകാശ് കാരാട്ട് അതിരൂക്ഷമായി അതിനിശിതമായി ഇന്ത്യ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നുണ്ട്. അയാൾ ഇങ്ങോട്ട് എഴുതിയ കത്തുകളിലും ആ വിമർശനമുണ്ട്. അപ്പം നെവിൽ റോയ് സിംഗവും പ്രകാശ് കാരാട്ടുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുള്ള ഇമെയിൽ കത്തിടപാടുകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. അത് ഗൂഢാലോചനയല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രകാശ് കാരാട്ടിനെതിരെ കേസെടുക്കണ്ടേ? അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തണ്ടേ? അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും അവിടെ നടന്നിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അല്ല, പുരകായസ്ഥ ഇപ്പോഴും ജയിലില്ല. പുരകായസ്ഥ ജയിലിലാണ്. പക്ഷേ പ്രകാശ് കാരാട്ട് എഴുതിയിട്ടുള്ള ഇമെയിലുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതെ. അപ്പം അവിടെ ഈ പ്രശ്നമില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഇവരിരട്ടത്താപ്പിൻ്റെ ആൾരൂപങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് ഈ ആദ്യ റൗണ്ടിൽ പറയാനുള്ളത്. തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഇപ്പം ഇങ്ങനെ കണ്ണിക്കണ്ടതിനെല്ലാം കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. ഇപ്പം കണ്ണിക്കണ്ടതിനെല്ലാം മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിണറായി സർക്കാർ. ഇതേ പണി തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ ഗവൺമെൻറ് അവിടെ ഉണ്ടല്ലോ, പൊടിക്കും പൊട്ടിനുമൊക്കെ ദേശാഭിമാനി പല സ്ഥലങ്ങളിലും ഉണ്ട്. എനിക്കറിയില്ല മധ്യപ്രദേശിൽ എവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാണും, എന്തെങ്കിലും ഒരു പത്രമൊക്കെ കാണാതിരിക്കില്ല. കാരണം 5, 10, 15, 20 ഒക്കെ ഉണ്ടല്ലോ അവിടെ CPMകാർ. അവരുടെ കയ്യിലൊരു 1, 2 പേരൊക്കെ 3, 4 പേരൊക്കെ വായിക്കുന്നൊരു പത്രമൊക്കെ അവിടെ കാണാനിടയുണ്ട്. കാണാതിരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഡൽഹിയിലും ചിലപ്പോൾ കണ്ടേക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഡൽഹിയിൽ അവർക്ക് പത്രം ഇല്ല എന്ന് പറയാൻ സാധ്യതയില്ല. അപ്പം എനിക്ക് ഈ പിണറായി സർക്കാരിൻ്റെ ആളുകളോടും ഈ പാർട്ടിക്കാരോടൊക്കെ പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഡൽഹിയിൽ ഇപ്പോഴും പോലീസ് മോഡി സർക്കാരിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നാൽ മോഡി സർക്കാർ അവിടെ പക്ഷേ വേറെ പത്രമൊന്നുമില്ലല്ലോ, ദേശാഭിമാനിയുടെ റിപ്പോർട്ടർമാർ അവിടെ ഉണ്ട്. ഈ ദേശാഭിമാനിയുടെ റിപ്പോർട്ടർമാർക്കിട്ട് ഒരു 10 കേസ് അങ്ങോട്ട് ചുമത്തിക്കളയാം എന്ന് ഡൽഹിയിലെ പിന്നെ പോലീസ് അധികാരം കയ്യിലുള്ള പോലീസ് ഒന്ന് തീരുമാനിച്ചാൽ എങ്ങനെ ഇരിക്കും എൻ്റെ പിണറായി വിജയ? ഇതുപോലൊന്നും ആയിരിക്കില്ല. അവിടെ ജയിലിലേക്ക് പോയി കിടന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് അവിടെയുള്ള ദേശാഭിമാനിക്കാർ. ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇരിക്കുന്ന ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന വലിയ മഹാമനുഷ്യനുണ്ടല്ലോ, MP ആയിട്ടിരിക്കുന്ന മഹാമനുഷ്യൻ, അയാളും അവിടെ പത്രപ്രവർത്തകരായിരുന്നു കുറേ കാലം. അവിടെ ദേശാഭിമാന പത്രപ്രവർത്തകർ ഇപ്പോഴും ഉണ്ട്. അവർക്കെതിരെ ഒരു 10 ഗൂഢാലോചന കേസെടുത്ത് അവരെ ജയിലിലോട്ടൊന്ന് കയറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഈ പണിയുമായി ഒരു നിലവിട്ട് ഇവിടെ മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കില്ല എന്നാണ് എനിക്ക് ഒരു പഴയ CPMകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇവരോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇവിടെ കിട്ടുന്നതിന് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ കൊടുത്താൽ ചിലപ്പോൾ ഡൽഹിയിലായിരിക്കും തിരിച്ചു കിട്ടുന്നത് എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് പിണറായി വിജയനും സംഘവും ഈ കാളികൂളി സംഘങ്ങളും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഈ ആദ്യ റൗണ്ടിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.